കാഞ്ചീപുരം സാരീസിൻ്റെ അകത്ത് ബ്ലാക്ക് വരുന്നത് നമുക്ക് എപ്പോഴും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ക്യാരി ചെയ്യാം. ഭയങ്കര ക്ലാസി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഫുള്ളായിട്ട് അപ്പർ പോർഷൻ ഫുള്ളായിട്ട് ഹെവി ആയിട്ടാണ് അതിൻ്റെ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. സർക്കുലർ മോട്ടീവ്സിൻ്റെ അകത്ത് പേസ്ലി പാറ്റേണും ഫ്ലോറലിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ഒരു ഇൻട്രിക്കേറ്റ് ലുക്കാണ് കേട്ടോ. ഹാൻഡ് വോൺ ആയിട്ടുള്ള പ്യുവർ കാഞ്ചീപുരം സാരിയാണ്. നല്ലൊരു ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള സാരിയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. അതിനകത്ത് ആ ഒരു സറി കണ്ടിന്യൂസ് ആയിട്ട് വരാത്തത് കൊണ്ടും കൂടിയാണ് നമുക്ക് ആ ഒരു ഈസിനെസ് അതിൻ്റെ അകത്ത് ഈസ് വരുന്നത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ 19,000 അബോ റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. പല്ലു നമ്മൾ എപ്പോഴും കാണുന്ന ഡയമണ്ട് പാറ്റേൺസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, പക്ഷേ എന്നാലും റിച്ച് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സിൽവർ ജെറി വീവിങ് പാറ്റേണിൻ്റെ അകത്ത്. ബ്ലൗസ് അപ്പം സാരി ഇത്രയും ഹെവിയർ ആയിട്ടുള്ള ലുക്കിൽ വരുന്നത് കാരണം ബ്ലൗസ് ഒന്ന് സോളിഡ് ആക്കിയിട്ടാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. AK 150 എന്ന കോഡിൽ ബ്ലാക്ക് കാഞ്ചീപുരം. ബ്ലാക്ക് കാഞ്ചീപുരത്തിനകത്ത് ആക്ച്വലി നമുക്ക് മുന്നേയും വേറെയും പാറ്റേൺസ് ഉണ്ടായിരുന്നു, ട്രീ ഡിസൈൻസും ഒക്കെ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ലുക്ക് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദോസ് ന്യൂ ലുക്സ് ഫ്രം അവർ കളക്ഷൻ. ആൻഡ് ഇത് ഭയങ്കര സ്റ്റൈലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഒരു സിൽവർ ബ്രൊക്കേഡ് ആണെങ്കിൽ പോലും ബ്ലാക്കും കൂടെ ചേർന്ന് വീവ് ചെയ്തെടുത്തിട്ടുള്ള സിൽവർ ബ്രൊക്കേഡ് ആണെങ്കിലും ഭയങ്കര സ്റ്റൈലായിരിക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്ക് ഡീപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഡീപ്പ് നമ്മൾ അങ്ങനെ ഡീപ്പ് കാണണം എന്നില്ല, നമ്മളുടെ ഒരു കംഫർട്ടബിൾ ലെവലിന് വരെ മതി. പക്ഷേ തയ്ക്കുമ്പോഴത്തേക്ക് ഡീപ്പായിട്ട് സ്റ്റിച്ച് ചെയ്താൽ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫിറ്റിംഗ് അവിടെ വരുന്നത്. ലൈക്ക് ഇറ്റ് ഹാവ് ടു ഗോ ദിസ് ഡീപ്പ് നമ്മളുടെ ഒരു ബോഡി ഇതനുസരിച്ചിട്ട്. എനിവേ AK 150 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് പ്യുവർ കാഞ്ചീപുരം ബ്ലാക്ക് സാരി വിത്ത് സിൽവർ സറി വീവിങ് പാറ്റേൺ. ബ്ലാക്കിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ലുക്കിൽ വന്നേക്കുന്ന ഒരു സാരി കേട്ടോ ഞാൻ വെയർ ചെയ്തേക്കുന്നത്. അത് ലിനറിലാണ് വന്നേക്കുന്നത്. ലിനറിൽ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പീച്ചൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കോട്ടൺ പോലെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ. അപ്പോൾ അതിനകത്ത് നല്ല രസമായിട്ടുള്ള ഒരു ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഒരു ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന പോലെ കേട്ടോ ആ ഒരു ഫ്ലോറൻ്റെ ലുക്ക് കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ കൂടെ മിഷൻ എംബ്രോയ്ഡറിയാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെ ലീഫ് പാറ്റേൺ ഫുള്ളായിട്ട് നമ്മുടെ സെറീൻ്റെ ആ ഒരു സിമിലർ ലുക്കിൽ വന്നേക്കുന്ന ഒരു ഗോൾഡൻ ടിൻ്റുള്ള ഒരു ലീഫ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ബോർഡറിൽ സെറീൻ്റെ ഒരു ലുക്കാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. സിൽവർ സെറി ആ ഒരു ഫ്ലോറിനോട് മാച്ച് ആവുന്ന ഒരു ലുക്കാണ് ബോർഡറിൽ കൊണ്ടുവന്നേക്കുന്നത്. പല്ലുവിലും സെയിം ആ ഒരു സെറീൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. സ്ട്രൈപ്സ് ലുക്കാണ് കേട്ടോ പല്ലുവിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇത് ആക്ച്വലി ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബോർഡറിൽ സെറീൻ്റെ ഒരു ലുക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ സെറി ആണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. സെൽഫ് നോട്ടഡ്. ഇതിൻ്റെ കുറച്ച് കളേഴ്സും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്കിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാട്ടോ. ഡാർക്ക് ആൻഡ് ലൈറ്റ് പിങ്കിൽ വന്നേക്കുന്ന സാരി. ഇതിൻ്റെ ബ്ലൗസ് പീസും സെയിം സോളിഡായിട്ട് വന്നേക്കുന്ന റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. പല്ലിൻ്റെ ലുക്ക് വരുന്നത് നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോർഡർ ഡീറ്റെയിലും കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസ് ഇതാട്ടോ ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്കിനേക്കാളും നമുക്ക് ഈ ഒരു ഷെയ്ഡൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ഒരു പിങ്കോ അല്ലെങ്കിൽ ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ഫ്ലോറൽ ലുക്കുള്ള ബ്ലൗസ് പീസൊക്കെ ഇതിൻ്റെ കൂടെ മാച്ച് ആകുന്നതാണ്. നെക്സ്റ്റ് വന്നേക്കുന്ന ലുക്ക് ഇതാണ്. JCL 825, 827, 828 എന്ന കോഡ്സിലാണ് ഈ 3 സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 499 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട രണ്ടെണ്ണത്തിലും സിൽവർ സെറീൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. പക്ഷേ ഇതിൽ ഗോൾഡ് ആട്ടോ ഇതിന് പേര് ചെയ്തേക്കുന്നത്. രസമുണ്ട് ആ പീച്ചിൻ്റെ കൂടെ ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ ലീഫിലും ഒരു ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ നേരത്തെ കാണുന്ന രണ്ടെണ്ണത്തിലും യെല്ലോവിൻ്റെ ഷെയ്ഡാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ലുക്കാണ്. JCL 288 എന്ന കോഡിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ള. 499 തന്നെയാണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്ന ഷെയ്ഡാണ്. വൈറ്റ് ലവേഴ്സിന് ചേർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ
നമുക്ക് ഭയങ്കര ഒരു ട്രഡീഷണൽ ഫീലാണ് അതിനകത്ത് ഫുള്ള് വന്നിരിക്കുന്നത്. നമ്മൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു സെറിയും അങ്ങനത്തെ കളേഴ്സ് അല്ല, അങ്ങനത്തെ ഒരു ലുക്കല്ല. പക്ഷെ ക്രോസ് സ്റ്റിച്ച് ഓൾസോ സംതിങ് വെരി ട്രഡീഷണൽ ഫോർ us. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ലുക്കിൽ ഭയങ്കര രസമുള്ള കളേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം വൈറ്റ്സിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം. പിന്നെ ഇതാ നോക്കി, എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് 1599 ആണ്. ഇത് മിക്കവാറും 1399 ആയിരിക്കും. ഞാൻ സാരിയുടെ ടെക്സ്ചർ കണ്ട് ഒട്ടും തന്നെ പേടിക്കേണ്ട, നമുക്കിഷ്ടമുള്ള ലെവലിലോട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോട്ടനാണ്, നല്ല പ്യുവർ കോട്ടൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയിഡറിയും കൂടെ വന്നിട്ടുണ്ട്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പണ്ട് ഈ ഒരു സാരി ഉണ്ടായിരുന്നിരിക്കും. ഇനിയും നമുക്കത് വൈറ്റ്സ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് ഡള്ളായിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ബ്യൂട്ടിഫുൾ ഓപ്ഷൻ. നമുക്ക് പിന്നെയും എടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള സാരീസാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സോളിഡ് കോട്ടൺ ബ്ലൗസാണ്. സാരിയുടെ ടെക്സ്ചറിൻ്റെ അകത്ത് ആക്ച്വലി സെൽഫ് വീവിങ്ങിൽ ഒരു ചെക്ക് പാറ്റേണും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് അപ്പർ പോർഷനിൽ ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ് എഡ്ജ് ടു എഡ്ജ് വരുന്നുണ്ട്. ലോവറിലോട്ട് പോകുമ്പോഴത്തേക്ക് മുട്ടിന് താഴോട്ടുള്ള പോർഷനിലാണ് പ്ലീറ്റ്സിൻ്റെ അവിടെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ നെക്സ്റ്റ് ലാവൻഡർ. ലാവൻഡറിനകത്തും ഭംഗിയൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ്. ഒരു ടോൺസ് വരുന്നുണ്ട്, ലാവൻഡറും ലൈലാക്കുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണല്ലോ വന്നിരിക്കുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത്, അപ്പോൾ നമ്മൾ മുന്നേ ഒരു സ്കൈ ബ്ലൂവിൻ്റെ ടോൺ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു വേറൊരു ടോണാണ്. എന്നത്തെ ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ. കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ടീൽ അങ്ങനത്തെ ഉള്ള ഒരു ടോൺ ചേർന്നിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ അകത്ത്. ആൻഡ് പിന്നെ വന്നിരിക്കുന്നത് പീച്ചാണ് നമുക്കിനി വരുന്നത്. നമുക്ക് ഈ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് എന്താ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിലും പെയർ ചെയ്യാതെ ഇഷ്ടം. അപ്പോൾ 2x2 ഒക്കെ ബ്ലൗസ് ആണെങ്കിലും സിമ്പിളായിട്ട് എൻ്റെ കൂടെ ചേരും. അത് ഭയങ്കര പ്ലസൻ്റ് ആയതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ലുക്ക്. എല്ലാം കോട്ടൺ ബ്ലൗസസ് തന്നെയാണ് അതിനകത്ത്. സോളിഡാണ്, ഇതിനകത്ത് സെൽഫ് ചെക്ക് വരുന്നില്ല. പ്ലെയിൻ വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ബ്ലൗസ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ലുക്ക്. ആൻഡ് ദെൻ അടുത്തത് എൻ്റെ ബ്ലൗസിൻ്റെ കൂടെ ചേരും കേട്ടോ. ഞാനത് ജസ്റ്റ് വെച്ച് കാണിക്കാം. കറക്റ്റായിട്ട് മാച്ചാം എൻ്റെ ബ്ലൗസിൻ്റെ കൂടെ. നല്ല നല്ല പിങ്കായിട്ട് ആ ഒരു കളറൊക്കെ എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം. ഈ ബ്ലൗസ് എനിക്ക് അങ്ങനെ എപ്പോഴും വരാറുണ്ട് കേട്ടോ, ഒരുപാട് സാരീസിൻ്റെ കൂടെ. അതിൻ്റെ ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ്, ഇത് നമ്മൾ BM കോഡിലും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്ന ബ്ലൗസാണ്. നെക്സ്റ്റ് ഇസ് എ ഡിഫറെൻറ്റ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് അല്ല, കുറച്ചും കൂടി ഒന്ന് ലൈറ്ററായിട്ടാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡർ ത്രൂ ഔട്ട് വർക്ക് വരുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടില്ല. ബോഡിയിലും സ്കാറ്റർ വരുന്നുണ്ട്. ഇത് 1399. അപ്പോൾ വർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ക്രോസ് സ്റ്റിച്ച് പാറ്റേണും ഈ ഒരു ഫ്ലോറലിൻ്റെയും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ലുക്ക്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രേ ആയിരുന്നു ഫ്ലോറൽസിൻ്റെ കളർ. ഇത് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. ഓ ദിസ് ഇസ് നൈസ്. ഒരു ഫ്രഷ് ഫീൽ ഉണ്ട് ആ ഒരു കളറിന് കേട്ടോ, ബ്രൗൺ ഷെയ്ഡിൻ്റെ അകത്ത്. ദിസ് ഇസ് ദി ലുക്ക്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബേൺഡ് പീച്ചിൻ്റെ അങ്ങനത്തെ ഉള്ളൊരു കോമ്പിനേഷൻ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. കുറച്ചൊരു ബേൺഡ് പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് എൻ്റെ ബ്ലൗസിന് ചേരുന്ന കോമ്പിനേഷൻ, ദാറ്റ് ഇസ് പിങ്ക്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ ഇതെല്ലാം സ്റ്റാർച്ച് ലെവൽ പ്രത്യേകം നോക്കിക്കോളുക, നമ്മളുടെ ഒരു കംഫർട്ട് ലെവലാണ്. ഫസ്റ്റ് ടൈം കോട്ടൺ സാരീസ് പലതും നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഭയങ്കര രസമുള്ള സാരീസ്. അപ്പോൾ ചെക്കൗട്ട് www.aham.store SUFൻ്റെ കോഡ്സിലാണത് അവൈലബിൾ ആക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കോട്ടൺ സാരീസ് വരുന്നുണ്ട്. ഒരുപാട് ലുക്സിൽ പേസ്റ്റൽസിൻ്റെ അകത്തും ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ അകത്തും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇറ്റ് ഔട്ട്.